നമസ്കാരം. പ്രശസ്ത സിനിമാ താരങ്ങളായ രശ്മിക മന്ദാനയും വിജയ് ദേവരകൊണ്ടയും തങ്ങളുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള കിംവദന്തികൾക്ക് വിരാമമിട്ടു. കുറച്ചുനാളായി അടുപ്പത്തിലായിരുന്ന ഇരുവരുടെയും കുടുംബങ്ങളുടെ സാന്നിധ്യത്തിൽ വിവാഹിതരായി. എവിടെ തിരിഞ്ഞാലും വിജയ് ദേവരകൊണ്ട രശ്മിക മന്ദാന വിവാഹ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാവുന്നത്. അതുപോലെ തന്നെ വിവാഹത്തിന്റെ ഫോട്ടോകളെല്ലാം നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇരുവരുടെയും പ്രണയം ഇൻഡസ്ട്രിയിൽ ചർച്ചാ വിഷയം തന്നെയായിരുന്നു. വിജയ് രശ്മിക റിലേഷൻഷിപ്പിനെ കുറിച്ച് നിരവധി ഗോസിപ്പുകൾ വന്നുവെങ്കിലും ഇരുവരും അതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ താരങ്ങൾ തന്നെ പ്രണയത്തിലാണെന്ന് സൂചന നൽകുന്ന പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു. സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ കാത്തിരുന്ന ആ മംഗളകർമ്മത്തിന് ഒടുവിൽ ശുഭപര്യവസാനമാണ്. ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന താരജോഡികളായി വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും വിവാഹിതരായി. രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ആഡംബര ഹോട്ടലിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത്. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാതിരുന്ന ചടങ്ങിൽ ഉറ്റ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തത്. 26 നടന്ന വിവാഹ ചടങ്ങുകളുടെ ചിത്രങ്ങളെല്ലാം തന്നെ ഇരു കൈനീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത്. ചടങ്ങിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ തുടക്കത്തിലൊന്നും പുറത്തു വന്നിരുന്നില്ല. പിന്നീട് അന്നത്തെ ദിവസം രാത്രിയാണ് ചടങ്ങിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നവദമ്പതികൾ രംഗത്ത് വന്നത്. അതിനൊപ്പം ചിത്രങ്ങൾക്കൊപ്പം തന്നെ നവദമ്പതികൾ കുറിച്ച വാക്കുകളും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. എന്റെ ഭർത്താവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു, മിസ്റ്റർ വിജയ് ദേവരകൊണ്ട എന്നായിരുന്നു രശ്മിക തന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. തന്റെ ഉറ്റ സുഹൃത്തിനെ ജീവിത പങ്കാളിയാക്കിയതിന്റെ സന്തോഷം വിജയ് പങ്കുവച്ചപ്പോൾ അത് ആരാധകരുടെ ഹൃദയം കവർന്നു. തന്റെ ദിവസം പൂർണ്ണമാകാൻ രശ്മികയുടെ സാന്നിധ്യം അനിവാര്യമാണെന്നാണ് വിജയ് വികാരധീനനായി കുറിച്ചത്. വിജയുടെ തെലുങ്ക് പാരമ്പര്യവും രശ്മികയുടെ കൂർഗ് പൈതൃകവും ഒത്തുചേർന്ന മനോഹരമായ ചടങ്ങുകളിലാണ് ഇരുവരും വിവാഹിതരായത്. സാധാരണ ഹിന്ദു വിവാഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൂർവികർക്കും കുടുംബാംഗങ്ങളുടെ അനുഗ്രഹത്തിനും പ്രാധാന്യം നൽകുന്ന കൊടവ ആചാരങ്ങൾ വിവാഹത്തിന് മാറ്റുകൂട്ടി. സൈനിക പാരമ്പര്യത്തിന് പേരുകേട്ട കൊടവ സമൂഹത്തിന്റെ വേറിട്ട സംസ്കാരം വിവാഹ ചടങ്ങുകളിൽ പ്രതിഫലിച്ചു. ഗീതാ ഗോവിന്ദം, ഡിയർ കോമ്രേഡ് എന്നീ ചിത്രങ്ങളിലൂടെ വെള്ളിത്തിരയിൽ പ്രണയിച്ച ഇരുവരും ജീവിതത്തിലും ഒന്നിച്ചതിന്റെ ആവേശത്തിലാണ് ആരാധകർ. വർഷങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കും കാത്തിരിപ്പിനും ഇതോടെ മനോഹരമായൊരു ശുഭപര്യവസാനം ലഭിച്ചിരിക്കുകയാണ്. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ നടി രശ്മിക മന്ദാനയും നടൻ വിജയ് ദേവരകൊണ്ടയും കഴിഞ്ഞ ദിവസമാണ് വിവാഹിതരായത്. വിവാഹ ഫോട്ടോകൾ പുറത്തു വന്നതിന് പിന്നാലെ വധുവരന്മാരുടെ വസ്ത്രവും ആഭരണവും ഏറെ ചർച്ചയായിരുന്നു. അത്യാഡംബരപൂർവ്വം നടത്തിയ വിവാഹത്തിന് പരമ്പരാഗത ശൈലിയിലും എന്നാൽ ഏറെ ആകർഷകവുമായ വേഷവിധാനങ്ങളോടെയുമാണ് ഇരുവരും എത്തിയത്. ഇതിനിടെ എല്ലാവരും ഏറെ ശ്രദ്ധിച്ച ഒന്നാണ് രശ്മികയുടെയും വിജയുടെയും വിവാഹാഭരണങ്ങൾ. പ്രശസ്തമായ ശ്രീ ജ്വല്ലേഴ്സ് ആണ് ഇരുവരുടെയും ആഭരണങ്ങൾ തയ്യാറാക്കിയത്. വിലയേറിയ ഡയമണ്ടുകൾക്ക് പകരം സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങൾ മാത്രം മതിയെന്നത് രശ്മികയുടെ നിർബന്ധമായിരുന്നു എന്ന് ശ്രീ ജ്വല്ലേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ അഭിഷേക് അഗർവാളും കൗശിക് കുമാറും പറയുന്നു. മാസങ്ങൾ നീണ്ട വിശദമായ ആസൂത്രണത്തിനും ചർച്ചകൾക്കും ശേഷമാണ് ഇവ തയ്യാറാക്കിയത്. ദക്ഷിണേന്ത്യൻ ക്ഷേത്ര വാസ്തുവിദ്യയിൽ നിന്നും സാംസ്കാരിക പ്രതീകാത്മകതയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഡിസൈൻ തയ്യാറാക്കിയതെന്നും ഇരുവരും പറഞ്ഞു. രശ്മികയുടെ ലുക്ക് ഒരു ദേവിയെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. അതേസമയം വിജയ് ഒരു പരമാധികാരനായ രാജാവിന്റെ പ്രതീകമാണ് സ്വീകരിച്ചതെന്നും അവർ പറഞ്ഞു. പ്രാരംഭ ആശയ സ്കെച്ചുകൾ, സൃഷ്ടിപരമായ ചർച്ചകൾ മുതൽ ഇഷ്ടാനുസൃതമാക്കൽ, നിർമ്മാണം, ഫിറ്റിംഗുകൾ, അന്തിമ സ്റ്റൈലിംഗ് എന്നിവ വരെയുള്ള മുഴുവൻ പ്രക്രിയയും ഏകദേശം 10 മാസം എടുത്തുവെന്ന് ആഭരണ നിർമ്മാതാക്കൾ പറഞ്ഞു. വിവാഹത്തിന്റെ വലിയ രാജകീയ തീമിന് ആഭരണങ്ങൾ പൂരകമാണെന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഓരോ ഘടകങ്ങളും ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്തിരുന്നു. ചടങ്ങിനായി രശ്മിക 11 കസ്റ്റമൈസ് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു. പരമ്പരാഗത മാലകൾ, സ്റ്റേറ്റ്മെന്റ് ജുംക്കകൾ, ബ്രെയിനായി ഒരു ജട ബില്ല, ജബസരലു, ഹാത്ഫുൾ, മത്തപ്പട്ടി, നോസ്പിൻ, വളകൾ, ബാജുബദ്, അരഞ്ഞാണം, പയലുകൾ എന്നിവ അവരുടെ വസ്ത്രങ്ങളിൽ ഉണ്ടായിരുന്നു. ഓരോ വസ്ത്രത്തിനും വിശദമായ നക്കി വർക്ക്, മികച്ച റവ ഗ്രാനുലേഷൻ, ഉയർന്ന റിലീഫ്, കൊത്തുപണികൾക്കും സങ്കീർണമായ ഘടനയ്ക്കും പേരുകെട്ട സാങ്കേതിക വിദ്യകൾ എന്നിവ ഉണ്ടായിരുന്നു. പുരാതന മാറ്റ് പോളിഷിൽ പൂർത്തിയാക്കിയ ആഭരണങ്ങൾ മൃദുവായതും പൈതൃകവുമായ ഒരു തിളക്കം വഹിച്ചു. തലമുറകളോളം വൈകാരികവും സാംസ്കാരികവുമായ മൂല്യം നിലനിർത്തുന്ന പൈതൃക ആഭരണങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഉദ്ദേശമെന്ന് ഡിസൈനർമാർ വിശദീകരിച്ചു. വിജയുടെ ആഭരണ സ്റ്റൈലിംഗ് വരന്റെ രൂപത്തിന് ശക്തമായ ഒരു മാനം നൽകി. രശ്മികയും വിജയും അടുത്ത സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഒരു സ്വകാര്യ ചടങ്ങിലൂടെയാണ് വിവാഹിതരായത്. ഉദയ്പൂരിൽ നടന്ന ചടങ്ങിൽ സംവിധായകരായ സന്ദീപ് റെഡ്ഡി വങ്ക, രാഹുൽ രവീന്ദ്രൻ, തരുൺ ഭാസ്കർ, നടിമാരായ കല്യാണി പ്രിയദർശൻ, ഈശ്രഭ, ആഷിക രംഗനാഥ് എന്നിവരുൾപ്പെടെ സിനിമാ മേഖലയിലെ പ്രശസ്തരായ ഏതാനും പേർ പങ്കെടുത്തു. സ്റ്റൈലിസ്റ്റ് ശ്രവ്യ വർമ്മയും ആഘോഷത്തിൽ പങ്കുചേർന്നു. അതേസമയം തന്നെ 8 വർഷത്തോളമുള്ള ബന്ധമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 26-നാണ് ഇരുവരും വിവാഹിതരായത്.
ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം. അവസാന നിമിഷമായിരുന്നു വിവാഹ ചിത്രങ്ങൾ പുറത്തുവന്നത്. സെലിബ്രിറ്റികൾ താരവിവാഹത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും ചിത്രങ്ങളൊന്നും പോസ്റ്റ് ചെയ്തിരുന്നില്ല. എന്താണ് ഇത്രയധികം സീക്രട്ട് എന്നായിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾ. താരങ്ങൾ തന്നെ ചിത്രം പുറത്തുവിടുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചിരുന്നു. രാത്രിയിലായിരുന്നു വിജയും രശ്മികയും വിവാഹ ചിത്രങ്ങൾ പങ്കിട്ടത്. നിമിഷം നേരം കൊണ്ടാണ് പോസ്റ്റ് വൈറലായി മാറിയത്. സിനിമയിലെ രംഗങ്ങളും താലി കെട്ടിയതിനെ കുറിച്ചുമൊക്കെ പറഞ്ഞുള്ള അഭിമുഖങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. ഉദയ്പൂരിൽ വെച്ച് പരമ്പരാഗതമായാണ് വിവാഹം നടത്തിയത്. വർഷങ്ങളായുള്ള ബന്ധമാണ് വിവാഹത്തിലേക്ക് എത്തിയത്. വിവാഹ ക്ഷണക്കത്ത് വൈറലായതിനു ശേഷമായിരുന്നു വിരോഷ് വിവാഹം പരസ്യമായത്. ഹൽദിയുടെയും സംഗീത് നൈറ്റ്സിന്റെയും ഒക്കെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായിരുന്നു. 200 പേരുടെ മുന്നിൽ വെച്ചായിരുന്നു താൻ ആദ്യമായി വിജയെ ചുംബിച്ചതെന്നായിരുന്നു രശ്മിക പറഞ്ഞത്. അന്നത്തെ അഭിമുഖം വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ഗീതാ ഗോവിന്ദത്തിലെ ചുംബന രംഗത്തെക്കുറിച്ചായിരുന്നു അന്ന് രശ്മിക സംസാരിച്ചത്. ചുംബന രംഗങ്ങളും ഇന്റിമേറ്റ് രംഗങ്ങളും എല്ലാം ചെയ്യുമ്പോൾ സ്വകാര്യത ആവശ്യമാണ്. അന്ന് വലിയൊരു ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് ചുംബന രംഗം ചെയ്യേണ്ടി വന്നതിൽ ശരിക്കും പരിഭ്രമിച്ച് പോയിരുന്നു എന്നായിരുന്നു രശ്മിക പറഞ്ഞത്. ഗീതാ ഗോവിന്ദം സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ആദ്യ ചുംബനം. ഈ ആൾക്കൂട്ടത്തിനിടയിൽ എങ്ങനെ ഈ രംഗം ചെയ്യുമെന്നായിരുന്നു എന്റെ ആശങ്ക. അതേ ആശങ്ക അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഞങ്ങൾ അത് ചെയ്തു. സിനിമയിൽ അത്രയും ആവശ്യമായിരുന്നു ആ രംഗം. കഥാപാത്രത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. വേണ്ടിയിരുന്നില്ലെങ്കിൽ ചെയ്യില്ല. ഗീതാ ഗോവിന്ദത്തിൽ ഞങ്ങൾ വിവാഹിതരാവുന്നുണ്ട്. വിവാഹശേഷം അങ്ങനെ ഒരു രംഗം കാണിക്കേണ്ടതുണ്ടായിരുന്നു. അതാണ് ചെയ്തതെന്നായിരുന്നു അന്ന് രശ്മിക പറഞ്ഞത്. വിജയിനെ കുറിച്ചും ചുംബന രംഗത്തെക്കുറിച്ചുമൊക്കെയുള്ള തുറന്നു പറച്ചിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയം വിവാഹത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ വിജയ് ദേവരകൊണ്ടയുടെ മാതാപിതാക്കളുടെ പഴയൊരു അഭിമുഖവും ചർച്ചയായിരുന്നു. ഭാവി മരുമകളെ കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് നടന്റെ അമ്മ മാധവിയും അച്ഛൻ ഗോവർദ്ധ റാവുവും പഴയ വീഡിയോയിൽ പങ്കുവച്ചത്. രശ്മികയും വിജയും ഒരുമിച്ച് ആദ്യമായി അഭിനയിച്ച ഗീതാ ഗോവിന്ദം വിജയാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഒരു ചടങ്ങിൽ വെച്ചുള്ളതാണ് വീഡിയോ. ഭാവി മരുമകളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്താണെന്ന് അവതാരകൻ ചോദിച്ചപ്പോഴാണ് നടന്റെ മാതാപിതാക്കൾ മനസ്സ് തുറന്നത്. ഏതുതരം മരുമകളെയാണ് സ്വപ്നം കാണുന്നതെന്ന് മാധവിയോട് ചോദിച്ചപ്പോൾ മറ്റു കണ്ടീഷനുകളൊന്നുമില്ല, മകനെ സ്നേഹിക്കുന്നവളായാൽ മതിയെന്ന് അമ്മ പറഞ്ഞു. എനിക്ക് എന്റെ മകനെ നന്നായി പരിപാലിക്കുന്ന ഒരു മരുമകളെ വേണം. അവൾ അവനെ നിരുപാധികം സ്നേഹിക്കണം, അത്രമാത്രം. അവൻ സിനിമാ മേഖലയിലാണ്, അതിനാൽ അവൾ അവനെ മനസ്സിലാക്കണമെന്നായിരുന്നു അമ്മയുടെ വാക്കുകൾ. അച്ഛൻ ഗോവിന്ദറാവും ഭാര്യയുടെ അതേ അഭിപ്രായമാണ് തനിക്കുമെന്ന് പറഞ്ഞു. അവൻ ആഗ്രഹിക്കുന്ന ആരെയെങ്കിലും വിവാഹം കഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് എതിർപ്പുകളോ പ്രതീക്ഷകളോ ഇല്ല. ജാതിയോ മതമോ ഒന്നാവണമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവരൊരു ഇന്ത്യക്കാരിയെ, പ്രത്യേകിച്ച് ഒരു ദക്ഷിണേന്ത്യക്കാരിയെ വിവാഹം കഴിച്ചാൽ എനിക്ക് സന്തോഷമാകുമെന്നായിരുന്നു പിതാവിന്റെ വാക്കുകൾ. തനിക്ക് പ്രണയവിവാഹമേ ശരിയാകുമെന്നത് വിജയ് തന്നെ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. എന്റേത് പ്രണയവിവാഹമായിരിക്കും, പക്ഷെ ആ പെൺകുട്ടിയെ എന്റെ മാതാപിതാക്കൾ സ്നേഹിക്കണമെന്നായിരുന്നു നടൻ പറഞ്ഞത്. അർജുൻ റെഡ്ഡി വൻ വിജയമായി നിൽക്കുന്ന സമയത്താണ് ഗീതാ ഗോവിന്ദം സിനിമയിൽ രശ്മികയ്ക്കൊപ്പം വിജയ് അഭിനയിക്കുന്നത്. 2018 ഈ സിനിമ സംഭവിച്ചത്. ഗീതാ ഗോവിന്ദത്തിന്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടത്. സിനിമ വൻ വിജയമായതോടെ ഇരുവരും തമ്മിൽ സൗഹൃദമായി. പിന്നീട് ഡിയർ കോമ്രഡ് എന്ന സിനിമയിലും ഇരുവരും ജോഡികളായി അഭിനയിച്ചു. വിജയ് തന്റെ നല്ല സുഹൃത്താണെന്ന് പല വേദികളും രശ്മിക പറയാതെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ദി ഗേൾ ഫ്രണ്ട് സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് പേര് വെളിപ്പെടുത്താതെ തന്നെ വേദികളിൽ നിന്നും പുറത്തു കടക്കാൻ സഹായിച്ച പങ്കാളിയെക്കുറിച്ച് രശ്മിക സംസാരിച്ചിരുന്നു. ഭാഗ്യവശാൽ അദ്ദേഹം കാരണമല്ലാതെ ഉണ്ടായ വേദനകളിൽ നിന്ന് എന്നെ സുഖപ്പെടുത്തിയ ഒരു പങ്കാളി എനിക്കുണ്ട്. ഇന്ന് ഞാൻ ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ ഞാൻ സന്തോഷവതിയാണ്. ആ വ്യക്തി സന്തോഷവാനാണ്. ചുറ്റുമുള്ള എല്ലാവരും സന്തുഷ്ടരാണ് എന്നാണ് രശ്മിക പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് കന്നഡ നടനും സംവിധായകനുമായ രക്ഷിത് ഷെട്ടിയുമായി രശ്മികയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. 2017 ആഘോഷമായി നടന്ന ചടങ്ങിന്റെ വീഡിയോകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്.